ഞങ്ങൾ കുത്തുമേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങൾ പറയട്ടെ. ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ അന്നോ അതിന്റെ പിറ്റേ ദിവസമോ ഹോസ്പിറ്റലിൽ ചെല്ലണം എന്നാണ് വാവയുടെ ഡോക്ടർ അങ്ങി പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആദ്യം അമ്മയെ മേക്കപ്പ് ചെയ്ത് മാറ്റി നിർത്തണം, എന്നിട്ട് വേണം വാവയ്ക്ക് മേക്കപ്പ്. അയ്യോടാ പാവം, മേക്കപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴേ കയ്യിലിരുന്ന ആള് പതിയെ ഒന്ന് മയങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ റെഡിയായി. ആളെ ഇങ്ങനെ വിളിച്ചുണർത്തിയപ്പോ ആൾ എണീറ്റിട്ട് ചുറ്റുപാട് നോക്കി ആകെ ഒരു അന്താളിപ്പ് പോലെ. എന്താണ് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നതാണല്ലോ, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊന്നും അറിയാത്ത മട്ടില്. പിന്നെ ഞങ്ങൾ പോകുമ്പോഴേ ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ്, എങ്കിലും ഒരു ഫാമിലി പാക്ക് പോലെയാണ് പോകുന്നത്. കാരണം എല്ലാവർക്കും യാത്ര പോകാൻ ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എങ്ങും പോകാനായിട്ട് സാധിക്കുന്നുമില്ല. തന്നെയുമല്ല, വണ്ടിക്കൊരു ഓട്ടവും കിട്ടട്ടെ, ആൾക്ക് ഒരു സന്തോഷമാകട്ടെ. കുറെ നാളായില്ലേ ഓടാതെയൊക്കെ കിടക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് റെന്റൽ ഹൗസ് ആണെങ്കിലും വഴി ആകെ ശോകമൂകമാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ വണ്ടിയിലോട്ട് കയറണമെങ്കിൽ ഇതുപോലെ കാലൊക്കെ കഴുകി വേണം കയറാനായിട്ട്. മുട്ടറ്റം ചെളിയായിരിക്കും. അമ്മയൊക്കെ അതുകൊണ്ട് അമ്മയും വാവയും കൂടെ റോഡിൽ പോയി നിന്നാണ് കയറുന്നത്. ഇത്തവണ വാവയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തതിന്റെ. കാരണം അച്ഛനാണ് പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയത്. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് ഇരിക്കട്ടെ അല്ലേ. അതുകൊണ്ടല്ല, എല്ലാ തവണയും വാവ ഹാപ്പിയാണ്, കൂളാണ്. അത് തന്നെ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോ വാവേനെ സ്വീകരിക്കാൻ ഇന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാരും വാവയുടെ സ്നേഹിതർ തന്നെയാണ്. കണ്ടില്ലേ വാവേനെ കോരിയെടുത്ത് കൊണ്ട് നടക്കുന്നത്. പിന്നെ ഡോക്ടറെങ്കിൽ കണ്ടു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ചെന്നപ്പോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഡോക്ടറെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയമായിരുന്നു, ലഞ്ച് ടൈം. വീട് തൊട്ടടുത്തായതുകൊണ്ടേ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഉച്ചയായി ഇവിടെ എത്താനായിട്ട്, അത് ലഞ്ച് ടൈമിൽ. പിന്നെ കുറെ സമയം വാവയും മൊത്തം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ വാവയ്ക്ക് ഭയങ്കര ചൂടെടുത്ത്, ഇടയ്ക്കിടയ്ക്ക് വാവയ്ക്ക് ഇങ്ങനെയാണ് ചൂടെടുക്കും. അപ്പൊ അതുകൊണ്ട് ഫാനിൽ കാറ്റ് കൊള്ളാൻ പോയി നിൽക്കുന്നതാണ് കേട്ടോ. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉള്ളതേ, ഇവിടുത്തെ ഫാൻ ഒരു ലോജിക്കില്ലാത്ത രീതിയിലാണോ ഫിറ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ചുറ്റുവട്ടത്തിരിക്കുന്നവർക്ക് ആർക്കും ഈ ഫാനിന്റെ പ്രയോജനം അങ്ങോട്ട് കിട്ടുന്നില്ല. ഇനി ആരും അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ടാണോ അങ്ങനെയെന്ന് തോന്നുന്നു. എങ്കിലും അടുത്ത തവണ വരുമ്പോ ഇത് ക്ലിയർ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഡോക്ടറെങ്കിൽ കണ്ടു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഡോക്ടറെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇനി 9ാം മാസം കഴിഞ്ഞു, ഇനി അടുത്ത ബർത്ത്ഡേയുടെ ടൈമിലേക്ക് കടക്കുകയാണ്. അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞും ബർത്ത്ഡേക്ക് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. മറ്റുള്ള കുഞ്ഞുമാവൾക്ക് കൂടി അത് പ്രയോജനമാകുമല്ലോ അല്ലേ. എന്തായാലും ഹോസ്പിറ്റലിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വീണ്ടും ആന്റി വന്ന് കുഞ്ഞുമാവെ വാരി എടുത്തുകൊണ്ട് പോയി മരച്ചോട്ടിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. ടാറ്റാ ബൈ ബൈ. ഓക്കെ, ഹാപ്പിയാണ്, ഹാപ്പി ലൈഫ്.